അമ്പലപ്പുഴ പറഞ്ഞാൽ എല്ലാവരും സ്വത്താണ്. അപ്പോൾ ആ ബാബു ഫോട്ടോ ആയില്ല. ഇത് ഇടുന്നത് രാജരാജന് സ്ഥലം ജയ് 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 ഭീം സിന്ദാബാദ്. ജയ് 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 ഭീം സിന്ദാബാദ്. ഇന്ന് ലോകമെമ്പാടും ഡോക്ടർ അംബേദ്കറുടെ ജയന്തി ജന്മദിനം ആഘോഷിക്കുകയാണ്. 133-ാം ജന്മദിനമാണ് ഇന്ന് ലോകത്തെമ്പാടും ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധിയായ ബോംബെയിലെ ദാദറിലും അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ നാഗ്പൂരിലെ രക്ഷാഭൂമിയിലും വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങൾ ഇതുപോലെ തന്നെ എല്ലായിടത്തും ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. വിജ്ഞാനത്തിൻ്റെ ഒരു സ്വരൂപമാണ് ഡോക്ടർ അംബേദ്കർ. കേരളത്തിലെ മുഴുവൻ അടിസ്ഥാന വർഗത്തിലുള്ളവരും ഈ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. വിഷു ദിവസമായിട്ട് പോലും നമ്മുടെ സഹോദരങ്ങളെല്ലാം പല പ്രദേശങ്ങളിലും വിപുലമായിട്ടുള്ള പരിപാടികൾ ആഘോഷിക്കുമ്പോൾ ഈ ജന്മദിനത്തിന് എൻ്റെ ഓൾ ഇന്ത്യ കോൺഗ്രസിൻ്റെ എല്ലാവിധ ആശംസകളുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ അംബേദ്കർ ജന്മദിനം സമുചിതമായി ആഘോഷിക്കുന്ന വേളയിൽ അംബേദ്കർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ ഈ ഭരണഘടനയിലൂടെ നൽകിയ ആനുകൂല്യങ്ങളും എല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോ പ്രവർത്തകരും ഉണ്ടാവണം എന്ന വാർത്തയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജന്മദിന പ്രാർത്ഥന പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ അംബേദ്കർ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടം. 26-ാം തീയതി ലോക്സഭ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രാധാന്യവും പറയും. ഇപ്പോൾ ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ സംഘടനകൾ അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റിയെഴുതും പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റിയെഴുതുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗമായ വിഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കൂടി ആലോചിക്കേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. അത് വളരെ പരിതാപകരമായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ, എഴുതിയ ഭരണഘടനയെ സംരക്ഷിക്കാൻ ആവശ്യമായ നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുകൂടി നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്ന് മാത്രം ആദ്യമായി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ സ്മരണാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. ഏറെ 33-ാം ജന്മദിനമാണ്. ഏറെ പ്രാധാന്യം അംബേദ്കറുടെ നയങ്ങളും കാഴ്ചപ്പാടുകളും പ്രസക്തി വന്ന ഒരു കാലഘട്ടം. അംബേദ്കർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അംബേദ്കർ നേതൃത്വത്തിലുണ്ടാക്കിയ ഭരണഘടന ഇന്ന് വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതാണ് ഈ ജയന്തി ആഘോഷത്തിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ ഒരു പ്രക്രിയ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം അത് സംരക്ഷിക്കാൻ ജയന്തിക്ക് ഭരണഘടനാ സംരക്ഷണ ദിനമായിട്ടാണ് കൊണ്ടാടുന്നത്. അത് സംരക്ഷിക്കണം. അതിനനുസരിച്ചുള്ള നിലപാടുകളും സമീപനങ്ങളും എടുത്തേ പറ്റൂ. അതിനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണം വന്നാൽ അതിൻ്റെ ദോഷം വരുന്നത് ഇതാണ്.
കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അംബേദ്കർ അടിസ്ഥാന ജനതയ്ക്ക് മാത്രമല്ല ഇവിടുത്തെ ഭാഷാന്യൂനപക്ഷങ്ങൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക്, പിന്നോക്കക്കാരുടെ എല്ലാവരുടെയും പരിരക്ഷ ഉറപ്പുവരുത്തിയ ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണക്രമം, ഒരു ഡെമോക്രാറ്റിക് ഭരണക്രമം ഉണ്ടാവാൻ വേണ്ടി അഹോരാത്രം കാഴ്ചപ്പാടുകളിലൂടെ പണിയെടുത്ത ഒരു നേതാവാണ് അംബേദ്കർ. അവരുടെ ആ ജന്മദിന സന്ദേശം നമ്മുടെ വീടുകളിലും നമ്മുടെ ഭാവി തലമുറയ്ക്കും ഇന്ന് ഇരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിനും യുവജന വിഭാഗങ്ങൾക്കും പകർന്നു നൽകണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗംഭീരമാണ്. വെച്ചുകൂടി ഓണോട്ടത്തിൽ മാത്രമാണ് ഞാൻ എനിക്കിപ്പോൾ പറയുന്നത്. ഇതിന് ഉപരിയായി നമുക്ക് വരും വർഷങ്ങളിൽ ഗംഭീരമായി ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നേ സംസാരിച്ച നമ്മുടെ രാജേട്ടൻ പറയേണ്ടതെന്ന ആളുകൾ അവർ ചിന്തകൾ നൽകി ഈ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനവും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു നമ്മളത് മാത്രം അറിഞ്ഞുകൊണ്ടല്ല പുരോഗമന ഭാവിയിലേക്ക് നമ്മുടെ ജനങ്ങളെ എത്തിക്കാനുള്ള ഒരു മാർഗം കൂടി നമ്മളെല്ലാവരും കണ്ടെത്തി അത് ഏകീകരണമായിട്ട് വന്നാൽ മാത്രമേ ഈ അടിസ്ഥാന നിലയിൽ ഈ സമൂഹത്തെ ഉന്നതിയിലെത്തുമെന്ന് മാത്രമേ ഉന്നതി നൽകുന്നത്.